We already discussed that the electric current formed by the generator. Last chapter we discussed the AC and DC generator. So we have AC current instead of DC current. AC current means alternative current. Alternative current. കാലീന് പറയുന്ന പോലെയാണെങ്കിൽ പ്രതിധാര വൈദ്യുതി നേർധാര വൈദ്യുതി, ഡയറക്റ്റ് കറന്റ് ഓർ എ സി കറന്റ്, ഒന്നിടവിട്ട് പോസിറ്റീവ് നെഗറ്റീവ്. ഇനി നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ഏതാണ്? നമ്മളുടെ ഹൗസ് ഹോൾഡ് പർപ്പസില് നമ്മളുടെ വീട്ടിലേക്ക് എത്തുന്ന കറണ്ട് ഏതാണ്? 230 വോൾട്ട് എന്ന് പറയല്ലേ, അത് എ സി ആണോ ഡി സി ആണോ? എ സി ആണ്. ഇൻ അവർ ഹൗസ് ഹോൾഡ് പർപ്പസ് വി ആർ യൂസിങ് 230 വാട്ട് എ സി കറണ്ട് വീട്ടിലെത്തുന്ന. ഇനി നമുക്ക് നമ്മളുടെ വീട്ടിലെ ഡിവൈസുകളെ ആക്ച്വലി രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ചില ഡിവൈസ് എ സി കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്, ചില ഡിവൈസുകൾ ഡി സി കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം എ സി കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡിവൈസ്. ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഡി സി കറണ്ട് അല്ലെങ്കിൽ നേർധാര വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡിവൈസ്. ഞാൻ ഓരോരോ എക്സാമ്പിൾ ചോദിക്കാം, അറിയാമെങ്കിൽ പറയണം. ഫാൻ ഏതിൽ വരുന്നതാണ്? ഫാൻ is in the category of AC current. UPS നമ്മൾ ഈ കറണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന UPS, that is in the category of AC current. These are working using AC current. Then fridge or refrigerator that is working by using AC current. Then washing machine, mixie, grinder, TV, AC. ഇത്രയും സാധനങ്ങൾ എ സി കറണ്ട് വെച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മളുടെ ബാറ്ററി, സാധാരണ ടോർച്ചിന്റെ ഒക്കെ ബാറ്ററി ഇല്ലേ, അതേതാണ്? ഡി സി കറണ്ട് ആണ്. ബാറ്ററി ഓഫ് നമുക്കറിയാം മൊബൈൽ ഏത് തന്നെയാണ്? ഡി സി ആണ്. ബാറ്ററി ഓഫ് ലാപ്ടോപ്പ് അത് ഏത് തന്നെയാണ്? ഡി സി കറണ്ട് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ റിമോട്ട് കൺട്രോൾ, റിമോട്ടിനകത്ത് അല്ലെങ്കിൽ TV അല്ലെ ഏതിൻ്റെ ആണേലും റിമോട്ടിനകത്ത് നമ്മൾ ഇടുന്നത് ബാറ്ററി ഡി സി ബാറ്ററിയാണ്. അതായത് നമ്മൾ ഭിത്തിയെ തൂക്കുന്ന ക്ലോക്കിനകത്ത് ഇടുന്നത് ഡി സി ബാറ്ററിയാണ്. ഇങ്ങനെ നമ്മളുടെ വീട്ടിലെത്തുന്നത് എ സി ആണെങ്കിലും ചില ഉപകരണങ്ങളിൽ നമ്മൾ ഡയറക്ട്ലി വി ആർ യൂസിങ് ദിസ് എ സി കറണ്ട്. But in some other devices like battery, mobile, laptop, TV, clock, calculator, etc., we are using direct current. നിങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായ രൂപം ഒന്നും പഠിക്കാനില്ല, പക്ഷേ how will we convert this AC to DC? ഈ എ സി കറണ്ടിനെ നമ്മൾ എങ്ങനെ ഡി സി കറണ്ട് ആക്കി മാറ്റും? ഞാൻ പറഞ്ഞു 230 വോൾട്ട് എ സി ആണ് വീട്ടിൽ വരുന്നതെങ്കിൽ നമ്മുടെ മൊബൈലല്ല അതിന് ഉപയോഗിക്കുന്ന ചാർജർ എന്ന് പറഞ്ഞാൽ ചിലപ്പം 12 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട് അല്ലെങ്കിൽ 4 വോൾട്ട് അതിന്റെ ഡി സി ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എനിക്ക് ഈ എ സിനെ ഡി സി ആയിട്ട് മാറ്റണം. അതിന് ഞാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ലെ ഇൻസ്ട്രുമെന്റിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫയർ. എന്താണ് അതിന്റെ പേര്? റെക്ടിഫയർ. അത് 2 കാറ്റഗറി ഉണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എ സിയുടെ പോസിറ്റീവിനെ മാത്രം ഡി സി ആക്കി മാറ്റും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സിയുടെ
നെഗറ്റീവ് ഉള്ളതിനെ പോസിറ്റീവ് ആക്കി എല്ലാത്തിനെയും DC ആക്കി മാറ്റി. സോ ദിസ് ഈസ് ഹാഫ് വേവ് റെക്ടിഫയർ, ദിസ് ഈസ് ഫുൾ വേവ് റെക്ടിഫയർ. ഇനി ചോദിക്കും വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കമ്പോണന്റ് വിച്ച് ആർ യൂസ്ഡ് ടു കൺവേർട്ട് AC to ഈ റെക്ടിഫയർ എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണന്റ് ആണ് ഡയോഡ്. എന്നാണ് പേര്? ഡയോഡ്. ഡയോഡ് ഈസ് ആക്ച്വലി എ PN ജംഗ്ഷൻ. ഇത്രയും നിങ്ങൾ ഓർക്കണ്ട. ദിസ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് എ ഡയോഡ്. അപ്പൊ ഇങ്ങനെ ഹൈറ്റ് കൂടി അല്ലെങ്കിൽ ഈ പൊങ്ങിയിരിക്കുന്ന വശം പോസിറ്റീവും ഈ നെഗറ്റീവ് പോലെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വര കാണിച്ചിരിക്കുന്ന വശം നെഗറ്റീവ്. This is the representation of a diode. So here we are discussing the use of AC and DC in our household purposes. In some devices we are using AC, some another devices we are using DC. Fan, UPS, refrigerator, washing machine, mixer, grinder, TV, XE, etc. are working by using AC current. But normal battery in torch or any equipment, and battery in mobile, battery in laptop, TV or remote battery, clock battery, and calculator battery in calculator, in watch also. Watch nath nammal DC WAT. In watches also we are using DC current. So here we need to convert the AC to DC so that we are using a rectifier. Rectifier actually classified into two types, half wave and a full wave rectifier, with the help of an electron device that is called diode. This is the representation of a diode. Electric shock. Electric shock നമുക്ക് എപ്പോഴാ കിട്ടുന്നത്? എപ്പോഴെങ്കിലും നമ്മുടെ വയറിന്റെ ഇൻസുലേഷൻ പോയി കിടക്കുമ്പോ അല്ലെ? വെള്ളം കിടന്നിട്ട് കാര്യമുണ്ടോ? നമ്മളെവിടെയും പിടിക്കണ്ടേ അലീന? നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയെന്ന ഇലക്ട്രിക് ഷോക്ക് അടിക്കില്ല നമുക്ക്. സോ വെൻ വി ടച്ച് ഓൺ എനി ബെയർ വയർ ഓർ കേബിൾ. ബെയർ എന്ന് പറഞ്ഞാൽ ബെയർ ഫുട്ട് എന്ന് പറഞ്ഞാൽ നഗ്നപാദം നമ്മൾ പറയും. ബെയർ വയർ ഓർ കേബിൾ, അല്ലെങ്കിൽ ഇൻസുലേഷൻ നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന് ചുറ്റും നമ്മൾ എന്നാ ഉണ്ടെന്നാ പറഞ്ഞ ഒരു കവചം ഉണ്ടെന്ന് പറയുമല്ലേ നമ്മൾ മലയാളത്തിൽ പറയുമ്പം? ഒരു ഇൻസുലേഷൻ ലെയർ ഉണ്ടെന്ന് പറയല്ലേ അലീന? ആ ഇൻസുലേഷൻ ലെയർ പോയി കഴിഞ്ഞ ശേഷം അതേ തൊട്ട് എന്നാ പറ്റും? ഷോക്ക് അടിക്കും. സോ ദ ബെയർ വയർ ഓർ കേബിൾ ഓർ ഇൻസുലേഷൻ, ഡാമേജ്ഡ് ഇൻസുലേഷൻ, ഇങ്ങനെയുള്ള കേസിൽ അതേ തൊട്ട് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് അടിക്കും. പിന്നെ എവിടുന്ന് ഇലക്ട്രിക് ഷോക്ക് അടിക്കാൻ സാധ്യതയുള്ള? ലൈൻ കമ്പി എന്നൊക്കെ ഇരുമ്പിന്റെ അല്ലെ മുളയുടെ ഒക്കെ തോട്ടി നേരെ ഫേസ് ലൈനിലോട്ട് മുട്ടിക്കുവാണെങ്കിലേ, മനസ്സിലാകുന്നുണ്ടോ? ഫേസ് ലൈൻ നമ്മൾ പഠിച്ചില്ലേ? ലൈവ് ലൈൻ ഉണ്ട്, ന്യൂട്രൽ ലൈൻ ഉണ്ട്. ഫേസ് ലൈനെ പിടിച്ചേച്ച് ഞാൻ ചെരുപ്പിടാതിരിക്കുവാൻ എന്നാ പറ്റും? 230 മുകളിലും ഭൂമിയിൽ എത്രയാണ്? 0. 230 നേരെ തോട്ടികളുടെ കറണ്ട് ഇങ്ങ് ഇറങ്ങി പോകുന്ന വെച്ച് നനഞ്ഞൊക്കെ ഇരിക്കുവാണ്. അത് കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ കറണ്ട് നേരെ അതിലുള്ള ഒഴിവ് വന്ന് ഭൂമിയിലോട്ട് പോകും. നമ്മളുടെ മേത്തോടെ കറണ്ട് കയറി ഇറങ്ങി പോകും, നമ്മൾ കരിഞ്ഞു പോകും. That's also causes electric shock. The main another example is lightning, ഇടിമിന്നൽ. നമ്മൾ അങ്ങനെ കേട്ടില്ലേ? ഇടിമിന്നൽ ഏറ്റ ആള് മരിച്ചെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ലൈറ്റ്നിങ് സ്ട്രൈക്സ്. അതെന്നാ പറ്റുന്നതെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മൾ 230 വോൾട്ടാ ഉപയോഗിക്കുന്നെങ്കിൽ പോലും ഈ വരുന്ന ലൈറ്റ്നിങ്ങിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ പൊട്ടൻഷ്യലാ. മനസ്സിലായോ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നലിനകത്ത് ചാർജുകളാ ഉള്ളത്. അത് നിങ്ങൾക്കറിയാവോ? ഇടിമിന്നൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാല്, ഇതിപ്പം നമ്മുടെ ഒരു മേഘാണ്. ഇവിടുന്ന് ഒരു മേഘ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ 2 മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് ഇടിമിന്നൽ. അതറിയായിരുന്നോ? അപ്പം
കൂട്ടിമുട്ടുന്നതല്ലേ? ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ല, നെഗറ്റീവ് ചാർജ് എല്ലാം കൂടെ ഇടിച്ചയച്ച് ന്യൂട്രൽ അല്ലാത്ത കുറെ ചാർജ് എന്നാ ചെയ്യും, ഇലക്ട്രിക് സ്പാർക്ക് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ഈ ചാർജ് മുഴുവൻ ഇതിലൂടെ കയറി ഇങ്ങ് പോരും. പോസിറ്റീവ് ആണ് പോസിറ്റീവ്, നെഗറ്റീവ് ആണ് നെഗറ്റീവ്, ഇതെല്ലാം കൂടെ. അപ്പൊ നമ്മൾ വളരെ കൂളായിട്ട് വിജനമായ ഒരു പ്രദേശത്തോ ഒരു ഗ്രൗണ്ടിലോ വല്ല ഇങ്ങനെ കൂളായിട്ട് ഇവിടെ നിൽക്കുക. നമ്മളുടെ ഭൂമിയിലാണ് നമ്മൾ ചവിട്ടി നിൽക്കണം അല്ലേ? ഭൂമിയിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0. ഇവിടുന്ന് വരുന്നത് ഭയങ്കര ഹൈ ആണ്, 230 വോൾട്ട് ഒന്നുമില്ല, കിലോ വോൾട്ട് ഒക്കെ കാണും. 1 കിലോ വോൾട്ട് ഒന്നും എല്ലാം കിടക്കട്ടെ. അതിങ്ങ് കയറി ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ മേത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെരുപ്പിട്ടിട്ടില്ല, എന്നാ പറ്റും? ഈ പറയുന്ന കറണ്ട് നമ്മുടെ മേത്തോടെ കയറി ഇറങ്ങിപ്പോകും. മനസ്സിലായോ? ലൈറ്റ്നിങ് കോസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഇനി മറ്റൊരു കേസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ലൈൻ കമ്പി വഴി ഉണ്ടല്ലേ, ലൈൻ കമ്പി ഇങ്ങനെ പോസ്റ്റ് ഈ വരുന്ന ഇടിമിന്നല് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഇടിമിന്നലിന്റെ ഒരു ഭാഗം ഈ ലൈൻ കമ്പിയിലോട്ട് കിട്ടും. ഈ 230 പകരം 230+ വലിയൊരു വോൾട്ടായി മാറിയേച്ച് ആ സാധനനായി നമ്മുടെ വീട്ടിലോട്ട് വന്നേച്ച് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം കത്തിപ്പോവും. അതേ വല്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഷോക്ക് കിട്ടും, എല്ലാം ഷോക്ക് കിട്ടും. സോ ബെയർ വയർ ഒരു ഇൻസുലേഷൻ ഇല്ലാത്ത വയറെ തൊടുന്നത്, പിന്നെ ഈ ലൈറ്റ്നിങ് അല്ല ഇടിമിന്നലിന്റെ സമയത്ത്, ഇനി ഏതെങ്കിലും ഷോക്ക് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെരുപ്പിടാതെ ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നാ ചെയ്യും? ഇടിമിന്നലേക്കും. ഇനി സെക്കൻഡ് ഹെഡ്, ഇങ്ങനെ ഇടിമിന്നൽ കിട്ടിക്കഴിയുന്ന ആളെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? ആദ്യം എന്ത് ചെയ്യണം? If somebody get electric shock, how can we? ആദ്യം നമ്മൾ പവർ ഓഫ് ചെയ്യണം. ഓക്കെ, അവിടെയുള്ള കറണ്ട് ഓഫ് ചെയ്യണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പോലും. എന്നിട്ട് എന്നാ ചെയ്യണം? രണ്ടാമത് പച്ചക്കമ്പ് കൊണ്ടല്ല, ഉണക്കക്കമ്പ് കൊണ്ട്. ഉണക്കക്കമ്പ്, അത് തന്നെ. പച്ചക്കമ്പാകുമ്പത്തേന് അതിനകത്ത് വെള്ളവും ജലാംശവും കാണും, നമുക്കും കിട്ടും. ഓക്കെ, ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ ഇൻസുലേറ്റിംഗ് ആയ മെറ്റീരിയൽ, തടി വേണമെന്നൊന്നുമില്ല, പ്ലാസ്റ്റിക് കസേരയോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള എന്തെങ്കിലും സാധനമോ അങ്ങനെയുള്ള എന്തെങ്കിലും എടുത്ത് അയാളെ ആ വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുപ്പിക്കണം. ഓക്കെ, നമ്മൾ ഒരിക്കലും ബെയർ അല്ലെങ്കിൽ നഗ്നമായ കൈകൊണ്ട് അല്ലെങ്കിൽ കയ്യിൽ ഇൻസുലേറ്റഡ് ഇല്ലാത്ത ഒരു സാധനം ഇടാതെ അയാളെ തൊടരുത് കേട്ടോ, ഒരിക്കലും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യണം? പുള്ളീനെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കണം. ഇനി നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കണ്ട് ഒരാൾക്ക് എർത്തടി കിട്ടി നിലത്ത് കിടക്കുക. ഇതൊരാൾ എർത്തടിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ മൂന്നാം ഒരാൾ കാര്യം പറയാണ്. ഒരാൾ എർത്തടി കിട്ടി നിലത്ത് കിടക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ എന്നാ ചെയ്യണം? അയാളുടെ ബോഡി ടെമ്പറേച്ചർ കൂട്ടണം. ഓക്കെ, ഇൻക്രീസ് ദ ബോഡി ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് പേഴ്സൺ. നമ്മൾ പറയില്ല, കൈ ഇങ്ങനെ ചൂടാക്കി ഉരച്ച് കൊടുക്കുക. രണ്ടാമത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. നമ്മൾ ഈ മുഖത്തോട് മുഖം ചേർത്ത് വെച്ചേച്ച് നമ്മളുടെ ശ്വാസം അദ്ദേഹത്തിന് വളരെ ശക്തിയായിട്ട് ശ്വാസകോശത്തിലേക്ക് എത്തുന്ന പോലെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. ഈ കൊറോണയുടെ സമയത്ത് ഇതൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല, ശരിക്കും എങ്ങനെ ചെയ്യണം. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, കൈയും കാലും എല്ലാം പിടിച്ചിട്ട് തിരുമ്മി എല്ലാ മസിലുകളും ഒറിജിനൽ കണ്ടീഷനിലേക്ക് വരുന്നവരെ നമ്മൾ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം. മസാജ് ദ മസിൽ പാർട്സ് ഓഫ് ദ ബോഡി. ഇനി എന്നാ ചെയ്യണം? വളരെ ശക്തമായിട്ട് നമ്മുടെ ഹൃദയം നമുക്കറിയാലോ, ഇടതുവശത്ത് അല്ലേ, ഒരു കൈയുടെ മുകളില് മറ്റൊരു കൈ വരുന്ന പോലെ ഇങ്ങനെ ക്രോസ് ആയിട്ട് പിടിച്ചുകൊണ്ട് വളരെ ഇതിൽ നമ്മൾ എന്നാ ചെയ്യണം? അകത്തോട്ട് പ്രഷർ കൊടുക്കണം. ഓക്കെ, ശക്തമായി അപ്ലൈ ഹൈ പ്രഷർ ടു ദ ചെസ്റ്റ്. ഇത്രയും ചെയ്യണം. അല്ലാതെ ആദ്യം എടുത്ത് നേരെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് കാര്യം ചെയ്ത്
ബോഡി നമ്മളിങ്ങനെ ഫിറ്റാക്കി അല്ല ചൂടാക്കിയിട്ട് വേണം ടേക്ക് ദാറ്റ് പേഴ്സൺ നിയർ ടു ദ നിയർ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിന് നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ 3 കാര്യം ഞാനിവിടെ പറഞ്ഞു. ഒന്ന്, എവിടെ നിന്നൊക്കെ ഇലക്ട്രിക്കൽ ഷോക്ക് കിട്ടും. എവിടെ നിന്നൊക്കെ കിട്ടും? വയർ അല്ലെ കേബിളെ പിടിക്കുന്നത് മൂലം, അല്ലെങ്കിൽ വളരെ ഇല്ല ഇടിമിന്നലിന്റെ കേസ് കിട്ടും. അങ്ങനെ ഇടിമിന്നലിന്റെ കേസിൽ ഒരാൾക്ക് ഇടിമിന്നൽ ഏറ്റു കഴിഞ്ഞാൽ അയാളെ ആദ്യം രക്ഷപ്പെടുത്തണം. അതായത് അതിനൊന്ന് വിടിയിപ്പിച്ചെടുക്കണം. അതിനാദ്യം പവർ ഓഫ് ചെയ്യുക, ഡ്രൈ അല്ല ഇൻസുലേറ്റിംഗ് ആയ ഒരു മെറ്റീരിയൽ കൊണ്ട് പുള്ളിക്കാരനെ അടിച്ച് താഴെ വീഴ്ത്തുക, എന്നിട്ട് മെഡിക്കൽ ഹെൽപ്പിന് പോവുക. ഓക്കെ. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എയ്ഡ് എന്ന് കേട്ടില്ലേ? ഫസ്റ്റ് എയ്ഡ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ ചോദിക്കും. നല്ല ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? അതിനേണം കൈ ചൂടാക്കി ബോഡി ടെമ്പറേച്ചർ കൂട്ടണം. അത് കഴിഞ്ഞ് ഓക്സിജൻ കൊടുക്കണം. അത് കഴിഞ്ഞ് കാലും കൈയും എല്ലാം നന്നായിട്ട് 2-3 പേര് കുലുക്കി മസാജ് ചെയ്ത് തിരുമ്മി എടുക്കണം. എന്നിട്ട് ചെസ്റ്റേ പിടിച്ചിങ്ങനെ ക്രോസ് ആയിട്ട്, വീഡിയോ എല്ലാം ഓഫായിരുന്നു, ഞാനിവിടെ വലിയ കാര്യത്തിൽ കാണിക്കുന്നുണ്ടായിരുന്നു. വീഡിയോ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് കൈ പിടിക്കും. ക്രോസ് ആയിട്ട് ചെസ്റ്റിന് മുകളിൽ കൈ പിടിച്ചിട്ട് വളരെ ശക്തമായിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ചു നേരം അങ്ങനെ ഇട്ട് ആൾക്ക് പെട്ടെന്ന് ഒരു ബ്രീത്തല്ല, ഒരു ശ്വാസം കിട്ടിക്കഴിയുമ്പം നേരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഓക്കെ, ഓരോ പോയിന്റ് നോട്ട് ചെയ്തോ. എങ്ങനെയൊക്കെയാണ് ഷോക്ക് കിട്ടുന്നത്? പെട്ടെന്ന് ഒരാളെ ഷോക്ക് അടിച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അലീന എല്ലാത്തിൻ്റെയും മലയാളം അറിയാലോ അല്ലേ? ഇൻസുലേഷൻ ഇല്ലാത്ത വയറിൽ നിന്ന് ഷോക്ക് കിട്ടും, ഇടിമിന്നലിൽ നിന്ന് കിട്ടും. ആദ്യം സ്വിച്ച് ഓഫ് ചെയ്യുക. ഡ്രൈയും ഇൻസുലേറ്റിങ്ങും ആയ ഒരു മെറ്റീരിയൽ കൊണ്ട് അയാളുടെ വൈദ്യുതബന്ധം വേർപെടുത്തുക, മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കുക. പിന്നെ താഴെ വരുമ്പോൾ അയാളുടെ ശരീരത്തിന്റെ താപനില ഉയർത്തുന്ന രീതിയിൽ ഉയർത്തുക, ബോഡി മസാജ് ചെയ്തുകൊണ്ട്. കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക, ബോഡി മസാജ് ചെയ്തുകൊണ്ട് ഒറിജിനൽ കണ്ടീഷനിലേക്ക്, മസിലുകളെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തുക. ആർട്ടിഫിഷ്യൽ അതിനങ്ങനെ തന്നെയായി, അതിനല്ല, ഹൈ പ്രഷർ അങ്ങനെ ആയിരിക്കും പറയണത്. ശക്തമായി അദ്ദേഹത്തിന്റെ ഹൃദയം വരുന്ന അല്ലെങ്കിൽ ചെസ്റ്റില് പ്രഷർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം പെട്ടെന്ന് അതായത് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ. സോ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളുള്ളൂ. പ്രിക്കോഷൻസ്, എന്തൊക്കെ കാര്യങ്ങളില് മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. അലീന ഒന്ന് വായിക്കാം, പേജ് നമ്പർ 69 ഹെഡിങ് ഒന്ന് വായിക്കാം. ഇലക്ട്രിക് ഷോക്ക് കിട്ടാതിരിക്കാൻ എടുക്കേണ്ട മുൻകരുതലുകൾ. അലക്സ ശ്രദ്ധിച്ചിരിക്കുക, ഓരോ പോയിന്റ് മലയാളത്തിൽ കിട്ടിക്കുമ്പോൾ മുഴുവൻ മനസ്സിലാവും നമുക്ക്. അതുകൊണ്ട് നനഞ്ഞ കൈകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുകയോ സ്വിച്ച് പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത്. നെവർ ഹാൻഡിൽ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ബൈ യൂസിങ് വെറ്റ് ഹാൻഡ്. നനഞ്ഞ കൈകൊണ്ട്, അത് നമുക്ക് പണ്ടേ അറിയുന്ന, വീട്ടിലാണല്ലോ ആരെങ്കിലും നനഞ്ഞ കൈകൊണ്ട് ചെയ്യില്ലെന്ന് പറയും. ബിക്കോസ് വാട്ടർ ഈസ് എ കണ്ടക്ടർ. നമ്മളത് തൊട്ട് കഴിയുമ്പോൾ അതിന്റെ ഫ്യൂസിന് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കറണ്ട് നമ്മുടെ കയ്യിലേക്ക് ഒഴുകിയെത്തും. നമ്മൾ ചവിട്ടി നിൽക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയുടെ പൊട്ടൻഷ്യൽ 0, അപ്പൊ കറണ്ട് കയറി അങ്ങ് ഒഴുകും. അല്ല, ചെരുപ്പിട്ടാൽ കുറേ പരിധി വരെയും തടയാം. പക്ഷെ നനഞ്ഞ കൈ കൊണ്ട് ഒരു കാരണവശാലും, മെയിൻലി തേപ്പൂട്ടിയെ പിടിക്കുകയോ സോക്കറ്റിനകത്ത് കൊണ്ട് പണിയോ ഒന്നും ചെയ്തേക്കില്ല. ഇപ്പൊ 2 പിന്നൊക്കെ കുത്താൻ പോകുമ്പം അതിന്റെ ഫേസ് പോയിന്റ് പിടിക്കുകയാണെങ്കിൽ നല്ല ഒന്നാം തരം ഷോക്കായിരിക്കും. നെക്സ്റ്റ്, സ്വിച്ച് ഓഫാക്കിയ ശേഷം മാത്രമേ സോക്കറ്റിൽ പ്ലഗ് ഘടിപ്പിക്കുവാനും സോക്കറ്റിൽ നിന്ന് വിടുതൽ ചെയ്യുവാനും പാടുള്ളൂ. സോക്കറ്റിൽ ഈ കുത്തുന്ന 2 പിൻ അല്ലെ 3 പിൻ, അതിനെ വിളിക്കുന്ന പേരാണ് സോക്കറ്റ്. നമ്മളെന്നാ ചെയ്യും? സ്വിച്ച് ഓൺ ആണെങ്കിലും അങ്ങോട്ടേ കുത്തും, സ്വിച്ച് ഓൺ ആണെങ്കിലും ഓഫ് ആക്കാതെ പെട്ടെന്ന് വലിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ചാർജുകളുടെ അട്രാക്ഷൻ വലിച്ചു തീരുന്ന സമയത്ത് നമ്മൾ ആ കമ്പിയിലെങ്ങാനും സ്പർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. സോ സ്വിച്ച് ഓഫായി കിടക്കുമ്പോൾ സാധനം കുത്തുക, എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുക. ഉപയോഗശേഷം സ്വിച്ച് ഓഫ് ആക്കുക, ഊരിയെടുക്കുക. നെക്സ്റ്റ്, സാധാരണ സോക്കറ്റിൽ പവർ കൂടിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കരുത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പവർ പ്ലഗ് എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ വീട്ടിലൊന്നും കാണില്ലായിരിക്കും. ഈ സാധാരണ 3 പിൻ ഇപ്പം ഇത്രയേ ഉള്ളെന്ന് നോക്കുക.
ഇത്രയുള്ള ഒരു 3 പിന്നാണ് സാധാരണയെങ്കിൽ ചില ഇൻസ്ട്രുമെന്റ് നമ്മുടെ ലാബിലൊക്കെയാണ് ഇങ്ങനെ വലിയ പിന്നുകൾ 3 അല്ലെങ്കിൽ പള്ളികളിലൊക്കെ ചിലപ്പോൾ വലിയ 3 പിന്നുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാണ്. അതായത് ഒത്തിരി പവറുള്ള ഇപ്പം വാഷിംഗ് മെഷീനൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പം വീട്ടിലൊക്കെ പിടിപ്പിക്കാറുണ്ട് പവർ പിന്നുകൾ, പവർ പ്ലഗുകൾ. ചെറിയ, അതായത് ഇപ്പൊ ഇതിനകത്തൊരു 3 പിൻ വന്നാൽ ഇത്രയും വലിപ്പമുള്ളൂ കേട്ടോ, ഇത്രയും ചെറുതാണ് 3 പിൻ. അതിനേക്കാൾ ഒത്തിരി മുകളിലാണ് ഇങ്ങനെ പവർ പിന്ന് തന്നെ. ഈ ചില മോട്ടറുകള്, എയറേറ്ററുകൾ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കൊടുക്കുന്ന പവർ പിന്നാണ്. പവർ പിന്നെ അത്രയും പവർ വേണ്ടവനെ പവർ പിന്നെ മാത്രമേ കൊടുക്കുള്ളൂ. സാധാരണ ഇത് കുത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കറണ്ട് എടുക്കുക, അതിനകത്ത് സ്പാർക്ക് ഉണ്ടാകും, അതിന്റെ ഇൻസുലേഷൻ കത്തിപ്പോകും, അവസാനം നമുക്ക് ഷോക്ക് അടിക്കും. സോ പവർ പ്ലഗുകൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് പവർ പ്ലഗിൽ മാത്രമേ കുത്താവൂ. ഇത്രയുള്ളത്. വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടി വരുമ്പോൾ റബ്ബർ ചെരുപ്പ് ധരിക്കുക. നമുക്കറിയാം, നമ്മളോട് എല്ലാരും പറയുന്ന കാര്യം. റബ്ബർ ചെരുപ്പ് ധരിച്ചാൽ എന്നാ ഗുണം? ഇപ്പൊ ഞാനിവിടെ പിടിച്ച് എനിക്ക് ഇവിടുന്ന് ഷോക്ക് കിട്ടി. ഓക്കെ, ഞാൻ റബ്ബർ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭൂമിയിലോട്ട് സീറോയിലോട്ട് പോയില്ല അല്ലേ? ഇത് കടന്നു വരും, പെട്ടെന്ന് നമ്മളെ അടിച്ച് തെറിപ്പിക്കും. ആ സമയത്ത് ചെരുപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ കറണ്ട് നമ്മുടെ മേത്തോടെ കയറി കയ്യാളുടെ കയറി ഒഴുകി ഭൂമിയിലോട്ട് പോകും. അപ്പൊ ഒരു കംപ്ലീറ്റ് സർക്യൂട്ട് അവിടെ പൂർത്തിയാവും, നമ്മൾ കരിഞ്ഞങ്ങ് പോകും. ആ സമയത്ത് ചെരുപ്പിടുവാണെങ്കിൽ നമുക്ക് ഈ ഷോക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് പെട്ടെന്നൊരു എടുത്തൊരു എറിയുന്ന ഒരു ഫീലിംഗ്, നമ്മളെ എടുത്തങ്ങ് മറിച്ചിടുന്ന ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഓക്കെ, ചെരുപ്പ് നനഞ്ഞ ചെരുപ്പിട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞാൽ. ചെരുപ്പ് മുഴുവൻ നനഞ്ഞ് വെള്ളത്തിൽ ചവിട്ടിന്ന് വെച്ച് അയ്യോ സാറേ ഞാൻ ചെരുപ്പിട്ടുണ്ടെന്നും പറഞ്ഞത്. അടുത്തത്, കേബിൾ ടിവിയുടെ അഡാപ്റ്ററിന്റെ ഉൾവശത്ത് സ്പർശിക്കരുത്. അഡാപ്റ്ററിന് വൈദ്യുതി പ്രവഹിക്കാത്ത അടപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സാധനം ഇല്ലേ അഡാപ്റ്റർ ഇങ്ങനെ കുത്തി വെക്കുന്ന ഈ മറ്റേ ഇതില്ലേ, നമ്മുടെ ഈ ഡിഷാന്റിനൊക്കെ ഒരു സാധനം കിട്ടിയല്ലേ, ഈ ഇതിലോട്ട് കുത്തി വെക്കുന്ന ഒരു ചാർജർ, മൊബൈലിന്റെ ചാർജർ പോലെ ഇരിക്കുന്ന ഒരു സാധനം കാണും. ഇങ്ങനെ ഒരു കറുത്ത ഒരു സാധനത്തെ നിന്നാണ് ഇങ്ങനെ 2 പിന്ന് നിൽക്കണേ, കണ്ടുണ്ടോ? നമ്മളത് ഇൻസുലേറ്റഡ് ആണോ സാധനം ഒന്നും നോക്കാറൊന്നുമില്ല, ചുമ്മാ അങ്ങ് കുത്തും. അതുപോലെ തന്നെയാണ് ഇത് തിരിച്ചു വരുന്നിടത്ത് ഇങ്ങനെ ഇതിലോട്ട് കൊടുക്കുന്നിടത്ത് ഇവിടെ ഒരു കണ്ടാ അറിയാം, ഇതൊരു ഹോള്, ഇതിനകത്തൊരു കമ്പിയും കൂടെ ഇങ്ങനെ നിൽക്കുക ഈ സിഗ്നൽ പിടിക്കുന്നതിനകത്ത്. അല്ലെങ്കിൽ നമ്മൾ ഈ സൺ ഡയറക്റ്റിന്റെ ഡിഷാന്റിനെന്ന് വരുന്ന കണക്ഷനകത്ത് അപ്പൊ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ ഇത് ശരിക്കും ഇവിടെ ഒരു പിരിയാ. സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് തന്നെ ഞാനൊക്കെ അതിങ്ങനെ ഇരിക്കും, പക്ഷെ നമുക്കറിയാം ഇങ്ങനെ കയ്യെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. ഇവിടെ അങ്ങനെ തന്നെ ചാനൽ കിട്ടുന്നില്ലാത്തപ്പോൾ നമ്മൾ ഊരി നോക്കുക കൃത്യമായിട്ട് പിന്നാടെ കുത്തിയിട്ടുണ്ടോന്ന്. പക്ഷെ ഒരിക്കലും ചെയ്യില്ലേ, നല്ല ഒന്നാന്തരം ഷോക്കായിരിക്കും കിട്ടുന്നത്. വൈദ്യുത ലൈനുകൾക്ക് സമീപം പട്ടം പറത്തരുത്. അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പട്ടം പറത്തി കഴിഞ്ഞാൽ ഈ പറയുന്നതിന്റെ നൂല് കറണ്ട് ക്യാരിയും കണ്ടക്ടറായിട്ട് സംടൈംസ് ഇറ്റ് മേ ബി ആക്ട്. നമുക്കറിയാം സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അത്രയും കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്കെയിൽ തലിമുടിയോ ഉറച്ച് വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ അട്രാക്ട് ചെയ്യപ്പെടും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ലൈനിൽ ഇത് കുടുങ്ങി ആ സമയത്തായിരിക്കും വല്ല പവർ കൂടിയതിനല്ലേ ഒരു ഇടിമിന്നലുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മഴ പെയ്ത് നനവുള്ള നൂലായിരിക്കും, വെറുതെ നമ്മൾ അതിൽ നിന്ന് ഷോക്ക് വാങ്ങി. ടേബിൾ ഫാൻ ഉപയോഗിച്ച് തലമുടി ഉണക്കരുത്. അത് 2 കാരണം. ഒന്ന്, ഫാനിന്റെ അകത്തോട്ട് തലമുടി കയറി പോയി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, കറങ്ങി അതിനകത്തോട്ട് കയറി പോയിച്ച് തല നനഞ്ഞിരിക്കുകയാണ്, തലമുടി നനഞ്ഞിരിക്കുകയാണ്, അതിലൂടെ കണ്ടക്ടർ കറണ്ട് കയറി നമ്മുടെ തലയ്ക്ക് ഷോക്കും കിട്ടും. മാത്രമല്ല മുടി കയറി പോയാൽ അരിഞ്ഞ് മുറിച്ച് നമ്മളെ തല അതിനകത്തോട്ട് വലിച്ചങ്ങ് കൊണ്ടുപോകും. പിന്നെ വൈദ്യുത ലൈനുകൾക്ക് സമീപം ഉയരമുള്ള കെട്ടിടങ്ങൾ, മരങ്ങൾ എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡുകാർ ചെയ്യേണ്ട കാര്യം, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ കെട്ടിടത്തിന്റെ ഹൈറ്റ് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ പഞ്ചായത്തിൽ അനുമതി കൊടുക്കുമ്പോഴത്തേന് അതിന്റെ ഹൈറ്റ്, അതിലേ പോകുന്ന ഇത് ടവറുകൾ അതെല്ലാം നോക്കിയാണ് കൊടുക്കുന്നത്. അല്ലെ നിങ്ങൾ കാണാം, മഴക്കാലം ആകുമ്പോഴത്തേന് അവർ ടച്ച് ലൈൻ വെട്ടാൻ വരും, നമുക്ക് മെസ്സേജ് വരും, ഡ്യൂ ടു ദ മെയിൻ്റെനൻസ് വർക്ക് ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ കറണ്ട് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ അവര് ഇതായിട്ട് മുട്ടി കിടക്കുന്ന കറണ്ട് എല്ലാം എന്നെ പറ്റുമെന്ന് ചോദിച്ചാല് ഇപ്പൊ നോക്കിയേ, ഒരു ഫേസ് ലൈൻ പോവാ,
ഇതൊരു ഫേസ് ലൈൻ, ഇതൊരു ന്യൂട്രൽ ലൈൻ. ഇത് രണ്ടും പോവാ. ഒരു കമ്പ് വന്ന് ഇത് രണ്ടും കൂടെ മുട്ടിയാൽ എന്നാ പറ്റും? ഒരു മരക്കമ്പ് വീണ് മുട്ടിയാ അത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ ഷോർട്ട് ആകും അല്ലേ? കറണ്ട് ഇങ്ങോട്ട് പോയിച്ച് അവിടുന്ന് തീപ്പൊരി അല്ലെ പൊട്ടിത്തെറി പോലെ ഉണ്ടാകും. നിങ്ങൾക്ക് വേണേൽ കാണാൻ പറ്റുമായിരിക്കും. അതിന് തൊട്ട് മുമ്പത്തെ ഫ്യൂസ് കത്തിപ്പോവും. പിന്നെ അത് കെട്ടാൻ പോകണം. അതുകൊണ്ടാണ് അതിന് മുമ്പ് ഈ മരക്കമ്പ് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്നാ ചെയ്യണം? മരം വെട്ടിയേക്കുക. ചില ഇങ്ങനെ ഓരെണ്ണത്തെ തൂങ്ങിക്കിടക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ബാറ്റ്സ്. അതിനെ ഇറത്തടിക്കുകയില്ല. അതിന്റെ കാരണം എന്നാ? അതൊരു കമ്പിയെ മാത്രമേ കിടക്കുന്നത്. ചില വവ്വാലിനെ ഇറത്തടിക്കുക. അതിനാ വെച്ചാല് അവന്റെ ഈ ചിറകിന്റെ ഒരു പുള്ളി ഇതേലും ചിറകിന്റെ അടുത്തത് ന്യൂട്രയിലും കൊണ്ടുപോയി വെച്ചാണ് തൂങ്ങിക്കിടക്കുന്നത്. അപ്പൊ അവനതെ കരിഞ്ഞു കിടക്കും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ സംശയമൊക്കെ തോന്നാറില്ലേ? ഓർണത്തെ കാക്കിയിരിക്കുമ്പോ എന്നാ ഷോക്ക് അടിക്കാത്ത? കാക്കതെ ഇരിക്കുന്നു, ഇച്ചിരി ഭാഗം ടച്ച് ചെയ്യുന്നുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ ഒരു വവ്വാലിങ്ങ വന്ന് രണ്ട് കൈയുടെ രണ്ട് മുള്ള അപ്പറയും ഇപ്പറയും പിടിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചങ്ങ് കരിഞ്ഞങ്ങ് പോകും. ഫേസും ന്യൂട്രും ആയിട്ട് കണക്ഷൻ വരരുത് ഒരിക്കലും. അതുകൊണ്ടാണ് പറയുന്ന പോലെ മരങ്ങളെല്ലാം വെട്ടണം എന്നൊക്കെ പറയാൻ കാരണം. ഗ്രഹവൈദ്യുത സർക്യൂട്ടിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യുമ്പോൾ മെയിൻ സ്വിച്ച്, ELCB എന്നിവ ഓഫ് ചെയ്ത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മളൊക്കെ ചെയ്യാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ ഇടി വെട്ടിയാൽ പോലും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം കേട്ടോ. ഇടി വെട്ടുന്ന സമയത്ത് നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ടോ? അല്ല, ഇടിയാണ് വെട്ടുന്നതെങ്കിൽ തൊട്ടടുത്ത പ്രിക്കോഷൻസ് ഡ്യൂറിങ് സം സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വായിച്ചാൽ അതിനകത്ത് വരുമോ? അത് ഡ്യൂറിങ് ലൈറ്റ്നിങ് avoid doing any work that will bring you in contact with electric circuits. There is a possibility of ഒരുവിധ പരിപാടിയും ചെയ്യാൻ പോയേക്കാൾ എന്തെങ്കിലും സ്വിച്ച് പിടിപ്പിക്കുക. അതിനപ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് തേപ്പ് തേക്കാനുണ്ടല്ലോ. ഒരു കാര്യവും ഇടി വെട്ടുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോയേക്കരുത്. ഞാൻ ഈ പറഞ്ഞ പോലെ കറണ്ട് അങ്ങ് കയറി വെച്ച് ഈ പറയുന്ന ഇതിൽ നിന്ന് മേഘത്തിൽ നിന്ന് വന്ന ചാർജും കൂടെ കയറി ഹൈ ചാർജ് കയറി അത് മുഴുവൻ കൂടെ ഷോക്ക് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മരണം സുനിശ്ചിതം. അടുത്തത് അടുത്തത് അത് തന്നെ. മിന്നലല്ലേ, നല്ല മിന്നൽ ഇടി ഉണ്ടാകുമ്പോ നിങ്ങൾ TV ഓഫ് ചെയ്യോ? ഞാൻ ഓഫ് ചെയ്യാറുണ്ട്. നമ്മൾക്ക് നഷ്ടം. നമ്മുടെ വീട്ടുകാർ പറയും ഇടിയല്ലേ മിന്നൽ വേണം TV ഓഫ് ചെയ്തെന്ന് പറയും. നമ്മളവിടെ അലറിക്കൊണ്ട് നിൽക്കാൻ നിൽക്കല്. അല്ല, ഇതോടെ കഴിയട്ടെ എന്ന് പറയരുത്, അങ്ങ് ഓഫ് ചെയ്തേക്കുക. ഇല്ല ഡിവൈസ് പോകും. പഴയ വല്ല ഇലക്ട്രിസിറ്റി ആണ്, ELCB ഒന്നും ഇല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ചിലപ്പോൾ പെര വരെയും കത്തിപ്പോവും, മൊത്തമായിട്ടും പോവും. പഴയ വയറിംഗ് ഒക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഇൻസേർട്ടഡ് പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ. സോ ബി വെരി കെയർഫുൾ. During rain and wind, electric lines are likely to touch the ground. This may cause danger. We have to be caution of such occasions. Cautions on such occasions. ഇന്നാൾ ആ മഴക്കാലം ഉണ്ടായപ്പോൾ ആലപ്പുഴയിൽ ഒരു വൈദ്യുത ലൈൻ വെള്ളത്തിലോട്ട് പൊട്ടി വീണിട്ട് ഒരു 3 മണിയായപ്പോൾ ജോലിക്ക് പോയി 2 പേരും മരിച്ചായിരുന്നു. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ഒന്നും ചെയ്യാനില്ല. എന്നുവെച്ചാൽ അവരെ അനാസ്ഥ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും വലിയ മരം എല്ലാം വീണ് ഒരു കമ്പി പൊട്ടി വെള്ളത്തിൽ വീണാൽ ആ വെള്ളത്തിൽ മുഴുവൻ എന്ത് പറ്റും? കറണ്ടാവും. നമ്മളിതറിയാതെ അതിനകത്തോടെ നടന്നു പോകും. അപ്പം വൈദ്യുതി ലൈൻ പൊട്ടി വീണെന്ന് നമ്മൾ കാണുവാണെങ്കിൽ അപ്പോഴേ ആൾക്കാരെ അറിയിക്കുക. ഇല്ലേ ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ചു പറയും. എന്തായാലും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തണം. If water enters home due to floods or other reasons, ഫ്ലഡ് എന്ന് പറഞ്ഞാൽ പ്രളയമൊക്കെ മൂലം കറണ്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് വെള്ളം കയറിയ ഈ സർക്യൂട്ട് എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഷോർട്ട് സർക്യൂട്ട് ആയി പോകും. 3 പിന്നിനകത്തൊക്കെ വെള്ളം കയറും. അപ്പം വീടിനകത്തേക്ക് വെള്ളം കയറുന്ന ഉറപ്പാക്കിയാൽ ആദ്യം ചെയ്യേണ്ടത് ഫ്യൂസ് ഓഫ് ആക്കുക. ഇല്ലേ പറയുന്ന പോലെ 3 പിന്നകത്ത് കയറി 2 പിന്നിന്റെ കണക്ഷൻ വരുന്നിടത്ത് കയറി കറണ്ട് എങ്ങാനും അതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പെര മുഴുവൻ കറണ്ടാവും. ഈ പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും വീടിനകത്ത് വെള്ളം കയറുമെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ആദ്യം മെയിൻ സ്വിച്ച് ഓഫാക്കി സ്വിച്ച് ബോർഡെല്ലാം മെയിൻ സ്വിച്ചും സ്വിച്ച് ബോർഡിനും എല്ലാ സാധനവും കണക്ഷനും എല്ലാം ഓഫാക്കി ഇലക്ട്രിക് സാധനങ്ങളെല്ലാം മാറ്റണം. അല്ലെ വെള്ളം കയറി 3 പിന്നും 2 പിന്നും അതിനകത്തെല്ലാം കയറി വയറിനകത്തെല്ലാം കയറി എവിടെയെങ്കിലും ഇൻസുലേഷനൊക്കെ ഇല്ലാത്തുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കയറി കറണ്ട് കയറി പൊട്ടിത്തെറിച്ച് പെരയ്ക്കകത്തെ സാധനവും മുഴുവൻ നമ്മളും എല്ലാം മരിക്കാൻ സാധ്യത. സോ ഇപ്പോൾ ഫ്ലഡൊക്കെ ആയതുകൊണ്ട് വന്ന ഒരു പുതിയ പോയിന്റ് ആണാവും. ഫ്ലഡോ വെള്ളപ്പൊക്കമോ ഒക്കെ ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ELCB ഉണ്ടെങ്കിൽ അതും ഓഫ് ചെയ്ത് എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തിട്ടിരിക്കുക.
എന്നിട്ട് വെള്ളം ഇറങ്ങി കഴിയുമ്പം ഇലക്ട്രിക് സർക്യൂട്ട് ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചിട്ട് മാത്രമേ വീട്ടിൽ കയറി സ്വിച്ച് ഇടാവുള്ളൂ. ഓടി അങ്ങ് കയറി ഒരു സ്വിച്ച് കിട്ടാക്കല്ലോ. ഓക്കെ, അത്രയും കാര്യങ്ങൾ സ്പെഷ്യൽ ഒക്കേഷനിൽ ചെയ്യേണ്ട പ്രിക്കോഷൻസ്. ദെൻ അടുത്ത പോയിന്റാണ് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോയിന്റാണ് കേട്ടോ. കണ്ടോ, റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ബൈ മസാജിങ്, ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അതിന് അവസാനം ഒരു പോയിന്റ് ഉണ്ട്, സേവിങ് ഇലക്ട്രിസിറ്റി ഈസ് ഇക്വലൻ ടു ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. അതിനെക്കുറിച്ച് ഇങ്ങനെ നോട്ട് എഴുതുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുവോ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു അടിക്കുറിപ്പ് എഴുതുക. ശരിയല്ലേ? കറണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്നാണ്? ഇറ്റ് ഈസ് എ വെരി ഡിഫിക്കൽട്ട് ഫിനോമിന ഓർ പ്രോസസ്. സോ കറണ്ട് എന്ന് പറഞ്ഞാൽ വി ക്യാൻ സേവ് ഇറ്റ് ആൻഡ് റീയൂസ് ഇറ്റ്. നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാം, പിന്നീട് ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് കാരണം ഒരു കാരണവശാലും കറണ്ട് വേസ്റ്റ് ചെയ്യാത്ത. സോ സേവിങ് ഇലക്ട്രിസിറ്റി ഈസ് ഇക്വലൻ ടു ദ ജനറേഷൻ ഓഫ് ദ ഇലക്ട്രിസിറ്റി, ഓർ സേവിങ് ഇലക്ട്രിസിറ്റി ഈസ് ഇക്വലൻ ടു ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി. പിന്നെ എന്തോ ഇതൊക്കെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്, അതൊന്നും ചെയ്യണ്ട. അത് ക്ലാസിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് precautions during some times, then ഇലക്ട്രിക് ഷോക്ക് നമ്മൾ ആ 3 കാര്യങ്ങൾ പറഞ്ഞ് എപ്പോൾ കിട്ടും, ഒഴിവാക്കാൻ അയക്കണം, അതിൻ്റെ നോട്ടും എഴുതി എനിക്ക് അയക്കണം. അറ്റ് ദ സെയിം ടൈം ഓരോന്നിൻ്റെയും ഉപകരണങ്ങൾ അലീനി അതിൻ്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടണം. ദെൻ നമ്മുടെ അവസാനം 1 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ കണ്ടോ, അതിന്റെ ആൻസറും കൂടി എടുത്തിരണം കേട്ടോ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിന്റെ ആൻസറോട് ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാം നടത്തി അടുത്ത ചാപ്റ്ററിലേക്ക് ഒപ്റ്റിക്സിലേക്ക്. ഓക്കെ.